നീതി തേടിയുള്ള സമര പോരാട്ടത്തിലാണ് കോഴിക്കോട് ICU പീഡന കേസിലെ അതിജീവിത. ആശുപത്രിക്ക് മുന്നിലും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലും അവർ സമരം ചെയ്തു. ഒടുവിൽ IG കമ്മീഷണറോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ കമ്മീഷണർ ഓഫീസിന് മുന്നിലെ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട്. ഡോക്ടർ KV പ്രീതയ്ക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് 3 ദിവസത്തിനകം ലഭിച്ചില്ലെങ്കിൽ വീണ്ടും സമരം തുടങ്ങാനാണ് അതിജീവിതയുടെ തീരുമാനം. ഡോക്ടർ KV പ്രീതയ്ക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അതിജീവിത സമരം തുടങ്ങിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം സംഭവത്തിൽ ഉത്തരമേഖല IG അന്വേഷണം ആരംഭിച്ചു. IG കമ്മീഷണറോട് വിശദീകരണം ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിക്കാനുള്ള തീരുമാനം. 3 ദിവസത്തിനകം റിപ്പോർട്ട് ലഭിച്ചില്ലെങ്കിൽ വീണ്ടും സമരം തുടങ്ങുമെന്ന് അതിജീവിത പറഞ്ഞു. വിവരാവകാശ കമ്മീഷന് ഇന്നലെ മെയിൽ അയച്ചെന്ന് പറഞ്ഞ് അതിൻ്റെ റെസിപ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫയൽ നമ്പർ വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു. പക്ഷെ അവരങ്ങോട്ട് അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല, തടഞ്ഞു വെച്ചു. അപ്പോൾ നമുക്ക് എത്രത്തോളം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അനീതി കിട്ടുന്നു എന്നുള്ളതിന് തെളിവാണത്. പിന്നെ ഇന്നലെ IG-നെ കണ്ട് 3 ദിവസത്തിനകം റിപ്പോർട്ടിൻ്റെ വിവരം കമ്മീഷണറോട് ചോദിച്ചിട്ട് വിവരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായിട്ട് സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ സമരം എന്തായാലും തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നു. ആ ഒരു ഇൻസിഡന്റ് എന്ന സമയത്ത് അതിജീവിതയുടെ മൊഴി പൂർണ്ണമായും രേഖപ്പെടുത്തിയിട്ടില്ല എന്നതും അതുപോലെ തന്നെ ശാസ്ത്രീയമായ പരിശോധന നടത്തിയില്ല എന്നതും അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. ആ പരാതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അത് കോടതിയിൽ എത്തുകയോ FIR ഇടുകയോ ചെയ്തൊരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ പരാതിക്കാരിക്ക് അത് കിട്ടാൻ അല്ലെങ്കിൽ അത് കൊടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സർക്കാരും ഒരു രാഷ്ട്രീയ പാർട്ടിയും നേതാക്കളും തനിക്കൊപ്പം നിൽക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കുമെന്നും അതിജീവിത. നേരത്തെ അതിജീവിതയുടെ പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിരുന്നു. വിഷയത്തിൽ 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് ഉത്തരമേഖല IG-യോട് ആവശ്യപ്പെട്ടത്. പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുകയും സ്വീകരിച്ച നടപടി സംബന്ധിച്ച് പരാതിക്കാരിക്ക് മറുപടി നൽകുകയും വേണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1 വർഷം മുമ്പാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU-വിൽ യുവതി പീഡനത്തിന് ഇരയായത്. ന്യൂസ് 18 കോഴിക്കോട്.